السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، يقول المصنف رحمه الله: وثالثها مص فرج آدمي أو محل قطعه ولو لميت أو صغير قبلا كان الفرج أو دبرا متصلا أو مقطوعا إلا ما قطع في الختان. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വുളൂഅ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും രണ്ടെണ്ണം പ്രതിപാദിക്കുകയുണ്ടായി. മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ ഇന്ദ്രിയമല്ലാത്ത വല്ല വസ്തുക്കളും പുറപ്പെട്ടാൽ വുളൂഅ് മുറിയും. അതുപോലെ തന്നെ ഉറക്കം കൊണ്ടോ മറ്റോ വകതിരിവ് നീങ്ങിയാലും വുളൂഅ് മുറിയും എന്ന് നാം സംസാരിക്കുകയുണ്ടായി. എന്നാൽ വുളൂഅ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും മൂന്നാമത്തേത്, വസാലിസുഹ, ആ വുളൂഅ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും മൂന്നാമത്തേത് മസ്സു ഫർജി ആദമിയിൽ, മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം സ്പർശിക്കലാണ്. മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം തൊട്ടുകഴിഞ്ഞാൽ വുളൂഅ് മുറിയും. അത് എങ്ങനെയാണ് തൊടേണ്ടത്, എവിടം കൊണ്ടാണ് തൊടേണ്ടത്, എവിടെയാണ് തൊടേണ്ടത് എന്നൊക്കെ മുസന്നിഫ് റഹിമഹുല്ലാ ശേഷം വിവരിക്കുന്നുണ്ട്. അപ്പോൾ വസാലിതുഹ, ആ വുളൂഅ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും മൂന്നാമത്തേത് മസ്സു ഫർജി ആദമിയിൻ, മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം സ്പർശിക്കലാണ്. ഔ മഹല്ലി ഖത്ഇഹി, അല്ലെങ്കിൽ ആ ഗുഹ്യസ്ഥാനത്തിൽ നിന്നും ഛേദിക്കപ്പെട്ട സ്ഥലം, ആ സ്ഥലം സ്പർശിക്കലാണ്. അങ്ങനെയാകുമ്പോഴും വുളൂഅ് മുറിയുന്നതാണ്. വലൗ ലിമയ്യിത്തിൻ ഔ സഗീരിൻ, വലൗ ലിമയ്യിത്തിൻ, ആ ഗുഹ്യസ്ഥാനം അത് മയ്യിത്തിന്റേതാണെങ്കിലും ഔ സഗീരിൻ, അല്ലെങ്കിൽ കുട്ടിയുടേതാണെങ്കിലും ശരി. ഖുബുലൻ കാനൽ ഫർജു ഔ ദുബുറ, ഈ ഗുഹ്യസ്ഥാനം മുൻദ്വാരമാവട്ടെ പിൻദ്വാരമാവട്ടെ, മുത്തസിലൻ, അത് ശരീരവുമായിട്ട് ചേർന്നതാവട്ടെ, ഔ മഖ്തൂഅൻ, അല്ലെങ്കിൽ ഛേദിക്കപ്പെട്ട കഷ്ണമാവട്ടെ, എങ്ങനെയായാലും ശരി, അതിന് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം, അതിന് പറയുന്ന പേരാണല്ലോ മുൻദ്വാരം പിൻദ്വാരം എന്ന ആ പേര്, ദക്കർ ഫർജ് എന്ന ഈ പേര് നിലനിൽക്കുന്ന കാലത്തോളം അത് മുറിഞ്ഞ് ഒരു സ്ഥലത്ത് നിക്ഷേപിക്കപ്പെട്ടതാണെങ്കിലും ശരി, ആ ശരീരത്തിൽ നിന്നും വേർപെട്ടുകൊണ്ട് കിടക്കുന്ന ആ വസ്തുവിന്റെ മേലിൽ നിന്ന്, ദക്കറിന്റെയോ അതല്ലെങ്കിൽ ഫർജിന്റെയോ മുകളിൽ തൊട്ടാലും വുളൂഅ് മുറിയും. ഇല്ലാമാ ഖുതിഅ ഫിൽ ഖിതാൻ, ചേലാകർമ്മത്തിൽ മുറിക്കപ്പെട്ട ഒന്ന് ഒഴിച്ച്. അപ്പൊ ചേലാകർമ്മം ചെയ്ത ആ കഷ്ണം, ആ തോലിന്റെ ചെറിയതായ കഷ്ണം, അതിന്റെ മുകളിൽ അത് സ്ത്രീയുടേതാവട്ടെ അതല്ലെങ്കിൽ പുരുഷന്റേതാവട്ടെ, എങ്ങനെയാണെങ്കിലും അതിൽ നിന്നും ആ തോലിന്റെ മുകളിൽ തൊട്ടാൽ, തോലിൽ സ്പർശിച്ചാൽ അപ്പോൾ വുളൂഅ് മുറിയുകയില്ല. എന്താണ് കാരണം? കാരണം അത് വളരെ കുറഞ്ഞതായത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അതൊരു ദക്കറാണ് അതല്ലെങ്കിൽ അതൊരു ഫർജാണ് എന്ന് പറയപ്പെടുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ദക്കർ ഫർജ് എന്നുള്ള ആ നാമം അതിൽ നിന്നും നാമാവിശേഷമാക്കപ്പെട്ടതുകൊണ്ട്, നാമമില്ലാത്തൊരവസ്ഥയിലേതാക്കപ്പെട്ടതുകൊണ്ട് അത് തൊട്ടാൽ എന്താകൂല, വുളൂഅ് മുറിയുന്നതല്ല. ഇനി പറയുന്നത് എവിടെയാണ് തൊടേണ്ടത്,
നാം ഇപ്പോൾ പറഞ്ഞത് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം തൊട്ട് കഴിഞ്ഞാൽ വുളൂ മുറിയും. അപ്പൊ ഈ മനുഷ്യന്റെ ഗുഹ്യസ്ഥാനത്തിന്റെ എവിടെ തൊട്ടാലാണ് വുളൂ മുറിയുക, ഏതാണ് ഇപ്പൊ ഈ ഗുഹ്യസ്ഥാനം കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് എന്ന് മുസന്നിഫ് റഹിമഹുല്ല പറയുന്നു. വന്നാഖിളു മിനദ്ദുബുരി, പിന്ദ്വാരത്തിൽ നിന്നും വുളൂ മുറിയുന്നത് മുൽതഖൽ മംഫദി, ആ ദ്വാരം ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. ദ്വാരം ഒരുമിച്ച് കൂടുന്ന, ദ്വാരത്തിന്റെ ആ ഒരുമിച്ച് കൂടുന്ന സ്ഥലം, ആ സ്ഥലമാണ് എന്ത് വുളൂ മുറിയുന്നത്. വമിൻ ഖുബുലിൽ മർഅതി, സ്ത്രീയുടെ മുൻദ്വാരത്തിൽ നിന്നും വുളൂ മുറിയുന്ന സ്ഥലം മുൽതഖാ ശുഫ്രൈഹ, അവളുടെ ഇരുപാർശ്വങ്ങളും ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. അലൽ മംഫദി, ദ്വാരമുഖത്തിന്റെ മേലിൽ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ മുൻദ്വാരം, ആ ദ്വാരത്തിന്റെ ഇരുപാർശ്വങ്ങൾ അവ ഒരുമിച്ച് കൂടുന്ന ആ സ്ഥലം, ആ സ്ഥലത്ത് തൊട്ടാലാണ് വുളൂ മുറിയുക. ലാ മാ വറാഅഹുമാ, അവ രണ്ടിന്റെയും പുറകിലുള്ള ഒന്നിനെ തൊട്ടാൽ വുളൂ മുറിയുന്നതല്ല. അത് ലാ മാ വറാഅഹുമ എന്ന് പറഞ്ഞ ഹുമന്റെ ളമീറിന്റെ ളാഹിർ ശുഫ്രൈഹ എന്നുള്ള ശുഫ്രും വെക്കണം. ശുഫ്രൈ, ആ രണ്ട് പാർശ്വങ്ങൾ എന്നുള്ളിടത്തേക്കാണ് ളാഹിറായിട്ട് തോന്നുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് വന്നാഖിളു മിനദ്ദുബരി മുൽതഖൽ മംഫദി എന്നുള്ളിടത്തേക്കും വെക്കാം. അതുപോലെ തന്നെ മുൽതഖാ ശുഫ്രൈഹ എന്നുള്ളതും ആക്കുന്നതിനും വിരോധമില്ല. അപ്പോൾ കുറച്ചും കൂടെ അർത്ഥം, വളരെ വ്യാപകമായ അർത്ഥം ലഭിക്കുന്നതാണ്. അപ്പൊ ലാ മാ വറാഅഹുമാ, അപ്പോൾ പിന്ദ്വാരത്തിൽ നിന്നും ആ ദ്വാരത്തിന്റെ ഒരുമിച്ച് കൂടുന്ന സ്ഥലം, അതുപോലെ സ്ത്രീയുടെ മുൻദ്വാരത്തിൽ നിന്നും അവളുടെ മുൻദ്വാരത്തിന്റെ മേലിൽ ആ ഇരുപാർശ്വങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം, അതിന്റെ പുറകിലുള്ളത് അല്ല, അതിന്റെ പുറകിലുള്ളതല്ല. പുറകിലുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് പിന്ദ്വാരമാകുന്ന സമയത്ത്, അതായത് നമ്മുടെ അല്യത്ത് പറഞ്ഞല്ലോ, അതിന്റെ ഉൾഭാഗമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പരിധിയുടെ ചുറ്റും പിന്നീട് പുറകിലുള്ള സ്ഥലങ്ങൾ. സ്ത്രീയുടേതാവുമ്പോൾ ലാ മാ വറാഅഹുമാ ഫൗഖ് തഹ്തായിട്ട് എന്ന് പറഞ്ഞാൽ ദ്വാരത്തിനേക്കാളും കൂടുതലുള്ള, ഇതുപോലെ ഇവിടെ പറയുന്നുണ്ട് ഉദാഹരണം, കമഹല്ലി ഖിതാനിഹ, ആ സ്ത്രീയുടെ ചേലാകർമ്മം ചെയ്യുന്ന സ്ഥലം പോലെ. ഇപ്പൊ സ്ത്രീകൾക്ക് ചേലാകർമ്മം ചെയ്യുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് തൊട്ടാൽ എന്താവൂല, വുളൂ മുറിയുന്നതല്ല എന്ന് അർത്ഥം. നഅം, എങ്കിലും യുന്തബുൽ വുളൂ സുന്നത്താക്കപ്പെടുന്നതാണ്. മിമ്മസ്സി നഹ്വിൽ ആനതി, ഗുഹ്യരോമം പോലോത്തത് സ്പർശിച്ചതിനാൽ. വബാത്തിനിൽ അലിയത്തി, അലിയത്തിന്റെ ഉൾഭാഗം സ്പർശിച്ചതിനാലും. വൽ ഉൻസയൈനി, ഉൻസയൈനി സ്പർശിച്ചതിനാലും. ഉൻസയൈനി എന്ന് പറഞ്ഞാൽ വൃഷ്ണ സഞ്ചി, അതിന്മേൽ ആരെങ്കിലും കയ്യ് തട്ടി, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇത് കരുതി കൂട്ടിപ്പ ഇങ്ങനെ തട്ടിക്കുക എന്നല്ല അർത്ഥം. ഇനി എങ്ങനെയാണെങ്കിലും ശരി, ഇപ്പൊ ഒരാള് വുളൂ ചെയ്തു, വുളൂ ചെയ്തതിന് ശേഷം അവൻ വസ്ത്രങ്ങളൊക്കെ മാറ്റുന്ന സമയത്ത്, ഉൾവസ്ത്രം ധരിക്കുന്ന സമയത്തൊക്കെ അറിയാതെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിപ്പോയാൽ, അങ്ങനെ തട്ടിപ്പോയി കഴിഞ്ഞാലും എന്താവും, വുളൂ മുറിയും. അത് തട്ടുന്ന സ്ഥലങ്ങളാണ് ഈ പറയുന്നത്. വശഅരിൻ നബത ഫൗഖ ദക്കറിൻ, ദക്കറിന്റെ മുകളിൽ മുളച്ചതായ മുടി. ഇവിടെ യഥാർത്ഥത്തിൽ ഈ വശഅരിൻ നബത ഫൗഖ ദക്കറിൻ, ദക്കറിന്റെ മുകളിൽ മുളക്കുന്ന മുടിക്ക് തന്നെയാണ് ആനത്ത് എന്ന് പണ്ഡിതന്മാർ മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ, ചില ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. പക്ഷെ മുസന്നിഫിന്റെ അഭിപ്രായ പ്രകാരം ഇവിടെ ആനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പിന്ദ്വാരത്തിന്റെ ചുറ്റുഭാഗത്തുമുള്ള രോമങ്ങൾക്കാണ്.
എന്ന് മുസന്നിഫ് വശഅരിൻ നബത ഫൗക ദഖരിൻ എന്ന് പറഞ്ഞതുകൊണ്ട് മനസ്സിലായി മുസന്നിഫ് അവിടെ ആനത്ത് കൊണ്ട് ഉദ്ദേശിച്ച അർത്ഥം എന്ന് പറഞ്ഞാൽ പിന്ദ്വാരത്തിന്റെ ചുറ്റുഭാഗത്തുമുള്ള രോമങ്ങളെ സംബന്ധിച്ചാണെന്ന് മനസ്സിലായി. അതുപോലെ വഅസ്ലി ഫഖ്ദിൻ, തൊടയുടെ മുരട് എന്ന് പറഞ്ഞാൽ തൊടയുടെ ഈ ലാസ്റ്റ് ഭാഗം അവിടെ സ്പർശിച്ചാൽ എവിടേക്കെന്ന് വുളു എടുക്കൽ സുന്നത്താണ്. അതുപോലെ വലംസി സഗീറത്തിൻ, ചെറിയ ആശിക്കപ്പെടാത്ത കുട്ടിയെ സ്പർശിച്ചു കഴിഞ്ഞാൽ, ഞാൻ സഗീറത്ത് എന്നുള്ള സ്ഥലത്ത് ആശിക്കപ്പെടാത്ത ചെറിയ കുട്ടി എന്ന് പറയാനുള്ള കാരണം ഇവിടെ ഈ വുളൂ മുറിയുന്ന വിഷയത്തിൽ അന്യ സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ പരിധിയിൽ തന്നെയാണ് ആശിക്കപ്പെടുന്ന പ്രായപൂർത്തിയാവാത്ത കുട്ടികളും എന്ന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത് ചെറിയ കുട്ടി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇവിടെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയല്ല, ആശിക്കപ്പെടാത്ത കുട്ടിയാണ്. അങ്ങനത്തെ കുട്ടിയെ തൊട്ടാൽ വുളു മുറിയുകയില്ല എങ്കിലും വുളു എടുക്കൽ സുന്നത്താണ്. അമ്രദ വ അബ്റസ, അതുപോലെ തന്നെ അമ്രദ് എന്ന് പറഞ്ഞാൽ താടി രോമം മുളക്കാത്ത ആൺകുട്ടികളാണ്. അതുപോലെ തന്നെ വ അബ്റസ, അബ്റസ് വെള്ളപ്പാണ്ടുണ്ട ആള്, വയഹൂദിയിൻ യഹൂദിയായ ആള്. അപ്പൊ ഇവരൊക്കെ തൊട്ടാൽ എന്താണ്? വുളു എടുക്കൽ സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു. വമിൻ നഹ്വി ഫസ്ദിൻ, ഫസ്ദ് പോലോത്തതിനാലും വമിൻ നഹ്വി ഫസ്ദിൻ കൊത്തിവെക്കും പോലെ, വനദരിൻ ബിശഹവത്തിൻ വികാരത്തോടുകൂടെ നോക്കുക. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇത്യാദി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ വുളു എടുക്കൽ സുന്നത്താണ്. വനദരിൻ ബിശഹവത്തിൻ വികാരത്തോടുകൂടെ നോക്കിയാൽ, വലൗ ഇലാ മഹ്റമിൻ, അത് മഹ്റമിലേക്കാണെങ്കിലും ശരി, മഹ്റമായ വിവാഹബന്ധം ഹറാമായ ആളുകളാണ്, അവരിലേക്കാണെങ്കിലും ശരി ഇങ്ങനെ ശഹ്വത്തോടുകൂടെ നോക്കിക്കഴിഞ്ഞാൽ വുളൂ ചെയ്യൽ സുന്നത്താക്കപ്പെടും. വതലഫ്ഫുളിൻ ബിമഅസിയത്തിൻ വഗളബിൻ, മഅസിയത്തായ ഒരു കാര്യം കൊണ്ട് അവൻ സംസാരിച്ചു. അവൻ മഅസിയത്തായ ഒരു കാര്യം കൊണ്ട് എന്ത് ചെയ്തു? അവൻ സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? വുളു എടുക്കൽ സുന്നത്താണ്. വഗളബിൻ, അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചു കഴിഞ്ഞു, ദേഷ്യമുള്ള വ്യക്തിയാണ്. ഈ ദേഷ്യമുള്ള വ്യക്തി അതെങ്കിൽ ഇതുപോലത്തെ ആളുകൾ ഇവർക്ക് വുളു ഉണ്ടെങ്കിലും ശരി ആ വുളുവിനെ തജ്ദീദ് ചെയ്യൽ എന്നാൽ പിന്നീട് ഇതിനു വേണ്ടി വുളു ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. അത് നാം മനസ്സിലാക്കണം. വഹംലി മയ്യിത്തിൻ, മയ്യിത്തിനെ ചുമക്കാൻ വേണ്ടി, വമസ്സിഹി, ആ മയ്യിത്തിനെ സ്പർശിക്കാൻ വേണ്ടി. അതല്ലെങ്കിൽ ഇനിയിപ്പോ ഇവിടെ ഈ ഇബാറത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് മയ്യിത്തിനെ ചുമക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ മയ്യിത്തിനെ വഹംലി മയ്യിത്തിൻ, മയ്യിത്തിനെ ചുമക്കാൻ വേണ്ടി, വമസ്സിഹി, വഹംലി മയ്യിത്തിൻ, മയ്യിത്തിനെ ചുമന്നതിന് വേണ്ടി. അപ്പൊ മയ്യിത്തിനെ ചുമന്നതിന് വേണ്ടി വുളൂ ചെയ്യൽ സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ വമസ്സിഹി, മയ്യിത്തിനെ സ്പർശിച്ചതിന് വേണ്ടിയും. അപ്പൊ മയ്യിത്തിനെ ഒരാൾ ചുമന്നു, അങ്ങനെ ചുമന്നാൽ അതിന് ശേഷം വുളൂ ചെയ്യണം എന്നാണ് ഈ ഇബാറത്തിന്റെ ളാഹിറിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ മയ്യിത്ത് ചുമക്കാൻ വേണ്ടിയും അതുപോലെ ചുമന്നതിന് ശേഷവും വുളൂ എടുക്കൽ എന്തുണ്ട്? സുന്നത്തുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ വനദരിൻ ബിശഹവത്തിൻ, വികാരത്തോടുകൂടെ നോക്കിയാൽ വുളൂ ചെയ്യൽ സുന്നത്താക്കപ്പെടും. ഈ ശഹ്വത്ത്, വികാരം എന്നുള്ളത് നാം പല സ്ഥലങ്ങളിലും ഈ ശഹ്വത്തോടുകൂടെ നോക്കുക,
ഷഹ്വത്തോടുകൂടെ അത് കാണൽ ഹറാമാണ്, ഷഹ്വത്തോടുകൂടെ അതിലേക്ക് നോക്കൽ ഹറാമാണ്, അതുപോലെ ഷഹ്വത്തോടുകൂടെ സ്പർശിക്കൽ ഹറാമാണ്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഈ ഷഹ്വത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? വികാരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? മഹാനായ സുബ്കി അതൊന്ന് വിശദീകരിക്കാം. കാരണം അത് പല സ്ഥലങ്ങളിലും ഈ ബാബിൽ തന്നെ ഇനിയും ആവശ്യമുള്ള കാര്യമാണ്. പല സ്ഥലങ്ങളിലും അത് നാം കേൾക്കുന്നതുമാണ്. ഷഹ്വത്ത് എന്ന് പറഞ്ഞാൽ വഖാല സുബ്കിയു, മഹാനായ സുബ്കി ഇമാം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിരിക്കുന്നു, അൽ മുറാദു ബിശ്ശഹ്വതി, ഷഹ്വത്ത് കൊണ്ടുള്ള ഉദ്ദേശ്യം അയ്യകൂന നദറു, അവൻ നോക്കലാവലാണ്, ലിഖസ്ദി ഖളാഇ വതരിൻ, ആവശ്യപൂർത്തീകരണത്തെ ഉദ്ദേശിച്ചുകൊണ്ട്. അതെന്ത്? ബിമഅന അന്ന ശഖ്സ യുഹിബ്ബു നദറ ഇലൽ വജ്ഹിൽ ജമീൽ, ഭംഗിയുള്ള മുഖത്തിലേക്ക് നോക്കൽ ഒരു വ്യക്തി ഇഷ്ടപ്പെടും. വയൽതദ്ദു ബിഹി, അതുകൊണ്ട് അവൻ രസിക്കുകയും ചെയ്യും. ഖാല, സുബ്കി ഇമാം പറയുന്നു, ഫഇദാ നദറ, അവൻ നോക്കിയാൽ, ലിയൽതദ്ദ ബിദാലിക്കൽ ജമാൽ, ആ ഭംഗി കൊണ്ട് രസിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടെ വീണ്ടും ഒന്ന് നോക്കുകയാണെങ്കിൽ, ഫഹുവ നദറു ബിശഹ്വത്തിൻ, അതാണ് വികാരത്തോടുകൂടെയുള്ള നോട്ടം എന്ന് പറഞ്ഞാൽ, വഹുവ ഹറാമുൻ, അത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാല്, നാം ഇപ്പോൾ ഒരു അന്യ സ്ത്രീയെ കാണുന്നു. ആ കാണുന്ന സമയത്ത് അവിചാരിതമായിട്ട് ഒരു അന്യ സ്ത്രീ നമ്മുടെ മുമ്പിൽ പെട്ടു. ആ സമയത്തൊന്ന് കണ്ടു അവിചാരിതമായിട്ട്. അതോടുകൂടെ തന്നെ നാം നമ്മുടെ മുഖം തിരിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ സ്ത്രീ മുഖം മറച്ചു കഴിഞ്ഞാൽ, പിന്നീട് ആ നോട്ടം എന്തല്ല, ശഹ്വത്തോടുകൂടെയുള്ള നോട്ടമല്ല. എന്തുകൊണ്ട്? അത് പ്രത്യേകം രസിക്കണമെന്നോ അതല്ലെങ്കിൽ പ്രത്യേകമായ ഉദ്ദേശത്തോടുകൂടെയുള്ള നോട്ടമല്ല. വീണ്ടും ആ സ്ത്രീയിലേക്ക് നോക്കിയാൽ അതാണ് ഹറാമ്, അതാണ് ശഹ്വത്തോടുകൂടെയുള്ള നോട്ടം എന്ന് പറയുന്നു. ഖാല, സുബ്കി ഇമാം വീണ്ടും പറയുന്നു, വലൈസൽ മുറാദു, ഉദ്ദേശ്യമല്ല, അയ്യസ്തഹിയ, അവൻ ആഗ്രഹിക്കൽ, സിയാദത്തൻ അലാ ദാലിക, ഇതിനേക്കാളും കൂടുതലായ ഒരു ആഗ്രഹം അവനിക്കുണ്ടാവണം എന്നുള്ള ഉദ്ദേശമൊന്നും ഇതിനർത്ഥമില്ല. മിനൽ വിഖാഇ വ മുഖദ്ദമാതിഹി, ജിമാഇ, ആ സ്ത്രീയുമായിട്ട് അവനൊന്നും എന്ത് ചെയ്യണം, ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ അതിന്റെ മുഖദ്ദിമാത്താകുന്ന ചുംബനം, അതുപോലെ സ്പർശനം ഇത്യാദി കാര്യങ്ങളൊക്കെ ഒന്ന് ഉദ്ദേശിക്കണം എന്ന അർത്ഥമൊന്നുമില്ല. ശഹ്വത്ത് എന്ന് പറഞ്ഞാൽ, വികാരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, അവൻ ഹറാമാക്കപ്പെട്ട വല്ല വസ്തുക്കളും കാണുന്നു. അത് സ്ത്രീ ആവട്ടെ, അല്ലാത്തതാവട്ടെ, ഫോട്ടമാവട്ടെ, എന്താവട്ടെ, വീണ്ടും അതിലേക്ക് നോക്കി ഒന്ന് രസിക്കണം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതാണ് ശഹ്വത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് മഹാനായ സുബ്കി ഇമാം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഖൽബിൽ സന്തോഷമുണ്ടാകുന്നതിന് ശഹ്വത്ത് എന്ന് പറയില്ല. ഇപ്പൊ നമ്മുടെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുമ്പോ, അതല്ലെങ്കിൽ സഹോദരിമാരുടെ മുഖത്തേക്ക് നോക്കുമ്പോ, സ്വന്തം മകളുടെ മുഖത്തേക്ക് നോക്കുമ്പോ ഒരു പക്ഷേ ഖൽബിൽ ഒരു സന്തോഷം ഉണ്ടാകും. ഈ സന്തോഷത്തിന് ശഹ്വത്ത് എന്ന് പറയില്ല. അത് വികാരമല്ല, അത് വേറെയാണ് സന്തോഷം. അത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് വികാരം എന്ത്. നമ്മുടെ ഭാര്യയെ നോക്കുമ്പോഴുണ്ടാകുന്നതും അതുപോലെ നമ്മുടെ ഉമ്മാനെ നോക്കുമ്പോഴുണ്ടാകുന്നതും രണ്ടും രണ്ടാണ്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്, അതായത് ശഹ്വത്ത് എന്ന് പറഞ്ഞാൽ സുബ്കി ഇമാം പറഞ്ഞതുപോലെ ആദ്യമായിട്ട് നാം കാണുന്നു. ഈ കാണുന്ന സമയത്ത് വീണ്ടും ആ സ്ത്രീയെ നോക്കുമ്പോൾ ഒരു സന്തോഷം, അല്ലെ, ഒരു രസം ഉണ്ടാകുന്നു. പിന്നീട് അവന് ആ സ്ത്രീയുമായിട്ട് ഒന്ന് സ്പർശിക്കണം എന്ന് തോന്നുന്നു, അതല്ലെങ്കിൽ ആ സ്ത്രീയുമായിട്ട് ഏകാന്തമായിട്ട് ഒന്ന് എവിടെയെങ്കിലും ഒരുമിച്ച് കൂടണം എന്ന് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഒരു ആഗ്രഹങ്ങളൊക്കെ വരുന്നു എങ്കിൽ അതിനാണ് വികാരം എന്ന് പറയുന്നത്. അപ്പൊ ഈ വികാരത്തോടുകൂടെ എവിടേക്ക് നോക്കിയാൽ തന്നെ വുളു എടുക്കൽ എന്താണ്? സുന്നത്താണ് എന്ന് നാം മനസ്സിലാക്കണം. ഇനി അതിനോടുകൂടെ ഈ ശഹ്വത്തിന്റെ മറ്റൊരു വിഷയമാണ്, ശഹ്വത്തുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്ന വേറെ വിഷയമാണിത്, ഫിത്ന. എല്ലാ സ്ഥലങ്ങളിലും കാണാം. എന്താ അമ്നിൽ ഫിത്ന? ഫിത്ന നിർഭയമാകുമ്പോ, സ്ത്രീ പള്ളി പ്രവേശത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് ഫിത്ന,
വൽ ഫിത്നതു അൽ ആന മുഹഖഖത്തുൻ എന്നൊക്കെ കാണാം ഇബാറത്തുകൾ. എന്താ ഫിത്ന? വൽ മുറാദു ബിൽ ഫിത്നതി, ഫിത്ന കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അസ്സിന വ മുഖദ്ദിമാതുഹു, സിനയും എന്ന് പറഞ്ഞാൽ സിന വ്യഭിചാരം, അതിന്റെ മുഖദ്ദിമാത്തായ കാര്യങ്ങൾ, അതായത് മിനൻ നദർ നോട്ടം അതിന്റെ മുഖദ്ദിമാത്താണ്. അതുപോലെ വൽ ഖൽവതി, ഖൽവത്തിൽ ഏകാന്തമായി ഒരുമിച്ച് കൂടുക അന്യ സ്ത്രീ പുരുഷന്മാര്, വല്ലംസി സ്പർശനം വഗൈരി ദാലിക, ഇതല്ലാത്തൊരുപാട് കാര്യങ്ങളാണ്. അപ്പൊ അതാണ് ഫിത്ന. അതൊക്കെ ഉണ്ടാകുന്ന ആരെങ്കിലും ഭയപ്പെട്ട് കഴിഞ്ഞാൽ ആ നിയമങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, ആ കാര്യങ്ങളൊക്കെ പാലിക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ശഹ്വത്തോടുകൂടെയുള്ള നോട്ടം, ആ ശഹ്വത്തിന്റെ അർത്ഥമാണ് നാം വിവരിച്ചത്. ഇനി പറയുന്നു മുസന്നിഫ് റഹിമഹുല്ലാ, അതുപോലെ തന്നെ വഖസ്സി ബുഫ്രിൻ, നഖം മുറിച്ചാൽ വുളു എടുക്കൽ സുന്നത്താ. വശാരിബിൻ, മീശ വെട്ടിയാൽ, നഖം വെട്ടിയാൽ, മീശ വെട്ടിയാൽ. വഹൽഖി റഅ്സിഹി, അവന്റെ തല മൂഢനം ചെയ്താൽ, തലമുടി കളഞ്ഞാൽ. ഇനി പറയുന്നത്, അപ്പോ ഒരുപാട് കാര്യങ്ങൾ, വുളു സുന്നത്താക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ നാം പറഞ്ഞത്. ഇതിപ്പോ പറഞ്ഞു വരുന്നത് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം തൊട്ടാൽ വുളു മുറിയും, അതിൽ നിന്നും ആ സ്ഥലം ഗുഹ്യസ്ഥാനത്തിന്റെ എവിടെ തൊട്ടാലാണ് വുളു മുറിയുക എന്നുള്ളത് വിശദീകരിച്ചു. ഇനി പറയുന്നു, അപ്പൊ മനുഷ്യരുടേതാകണം. വഖറജ ബി ആദമീൻ, ആദമീൻ എന്ന വാക്കുകൊണ്ട് പുറപ്പെട്ടു. ഫർജുൽ ബഹീമത്തി, മൃഗത്തിന്റെ ഗുഹ്യസ്ഥാനം. ഇത് കാരണം ലാ യുഷ്തഹ, അത് ആഗ്രഹിക്കപ്പെടുന്നതല്ല. സാധാരണഗതിയിൽ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോ മൃഗത്തിന്റെ ഗുഹ്യസ്ഥാനം കണ്ട് ആശിക്കപ്പെടാറില്ല, രസിക്കാറില്ല. പക്ഷേ കാലഘട്ടം മാറിയിട്ടുണ്ട് കേട്ടോ, അത് നാം മനസ്സിലാക്കണം. ഈ അടുത്ത കാലത്ത് പത്രവാർത്ത മാധ്യമ റിപ്പോർട്ടുകളിൽ വന്നു. എന്താ വന്നത്? ഗർഭം ഉള്ള ഒരു പശു ചത്തു. വിദഗ്ധ പരിശോധനയിൽ ഇരുകാൽ ജീവിയുടെ രോമം പശുവിന്റെ ഗുഹ്യസ്ഥാനത്തിൽ നിന്നും കണ്ടെടുത്തു. അവിടെ ഇരുകാൽ ജീവി എന്ന് തന്നെ പറയണം. കാരണം മൃഗങ്ങളെക്കാളും മതപ്പതിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അപ്പോ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞു വന്നത് കാലഘട്ടം വളരെ അങ്ങേയറ്റം മതപ്പതനത്തിന്റെ അഗാധഗർത്തത്തിലേക്ക് ആഴ്ന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സാധാരണഗതിയിൽ മുസന്നിഫ് പറയുന്നത് ഇത് ലാ യുഷ്തഹ, ആഗ്രഹിക്കപ്പെടൂല, ശഹ്വത്ത് ഉണ്ടാക്കപ്പെടാറില്ല ഒരു ബഹീമത്തിന്റെ ഗുഹ്യസ്ഥാനമാകുമ്പോൾ. വമിൻ സമ്മ, അക്കാരണത്തിന് വേണ്ടി, ഏത് കാരണത്തിന് വേണ്ടി? ശഹ്വത്ത് ഉണ്ടാവാത്തതാണ് എന്ന കാരണത്തിന് വേണ്ടി ജാസൻ നദുറു ഇലൈഹി, ആ ഗുഹ്യസ്ഥാനത്തിലേക്ക്, ബഹീമത്തിന്റെ ഗുഹ്യസ്ഥാനത്തിലേക്ക് നോക്കൽ അനുവദനീയമായിട്ടുണ്ട്. ഇവിടൊക്കെ മനസ്സിലാക്കണം, ശഹ്വത്ത് ഇല്ലാത്തവരെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇനി ശഹ്വത്തോട് കൂടെയാണ് എങ്കിൽ അത് ഹറാമാണ്, നോക്കൽ ഹറാമാണ്. ശഹ്വത്ത് ഇല്ല എങ്കിൽ പ്രശ്നമില്ല, ശഹ്വത്ത് ഉണ്ട് എങ്കിൽ ഈ നോട്ടം ഹറാമാണ്. ഇവിടെ പിന്നീട് പറയുന്നു, എന്തുകൊണ്ട് സ്പർശിക്കണം? ബിബത്നി കഫിൻ, മുൻകൈയിന്റെ പള്ള കൊണ്ട്. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുണ്ടായതിന് വേണ്ടി. മൻ മസ്സ ഫർജഹു, വല്ലൊരുത്തനും അവന്റെ ഗുഹ്യസ്ഥാനം സ്പർശിച്ചാൽ, വഫീ റിവായത്തിൻ മൻ മസ്സ ദക്കറൻ ഫൽയതവല്ല, അവൻ വുളൂ ചെയ്തു കൊള്ളട്ടെ എന്ന ഹദീസുണ്ടായതിനു വേണ്ടി മുൻകൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം സ്പർശിച്ചു കഴിഞ്ഞാൽ വുളൂ മുറിയുന്നതാണ്. ഇനി പറയുന്നു, എന്താണ് കഫ് കൊണ്ടുള്ള വിവക്ഷ? വബത്നുൽ കഫി, മുൻകൈയിന്റെ പള്ള എന്ന് പറഞ്ഞാൽ ഹുവ, അത് ബത്നുർ റാഹത്തൈനി, രണ്ട് റാഹത്തൈന്റെ ഉള്ളാണ്. റാഹത്തൈനി എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഇപ്പൊ ഈ ഉള്ളം കൈ എന്ന് പറയുന്ന സാധനം. അതായത് ഈ റാഹത്തൈനി എന്ന് പേര് വെക്കാനുള്ള കാരണം, റാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു വിശ്രമം. സാധാരണ ക്ഷീണിച്ച് അവശനായ ഒരു വ്യക്തി വിശ്രമിക്കുമ്പോൾ അവന്റെ ഇരു കൈകളും പുറകോട്ട്, ആ കൈയിന്റെ ഉൾഭാഗം അങ്ങ് കുത്തിയിട്ട് പുറകോട്ട് വെക്കുമ്പോ ഒരു എന്തുണ്ടാവും? ഒരു റാഹത്ത്, ഒരു വിശ്രമം,
ഒരു സമാധാനം വരും, ക്ഷീണിച്ചൊക്കെ സമയത്ത് ഒരു ആശ്വാസം ഉണ്ടാകും. അപ്പൊ അതാണ് റാഹത്തൈനി എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഹുവ ബത്നു റാഹത്തൈനി വ ബത്നുൽ അസാബിഇ, വിരലുകളുടെ പള്ളയുമാണ്. വൽ മുൻഹരിഫു ഇലൈഹിമാ وبطن الكف هو بطن الراحتين وبطن الأصابع والمنحرف إليهما. റാഹത്തൈനിലേക്കും അതുപോലെ അസാബിഇന്റെ അവകളിലേക്ക് തെറ്റുന്നതുമാണ് ഇന്ദ ഇത്ബാഖിഹിമാ. അവ രണ്ടും, ആ റാഹത്തൈനി രണ്ടും കൂട്ടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ പരസ്പരം രണ്ട് കൈയിന്റെയും ഉള്ളം കൈകൾ പരസ്പരം വെക്കണം. എങ്ങനെ? മഅ യസീരി തഹാമുലിൻ, അല്പം ശക്തി കൊടുക്കലോടുകൂടെ അമർത്തിയിട്ട്, അല്പം അമർത്തിയും കൊണ്ട് രണ്ട് ഉള്ളം കൈകളും പരസ്പരം ചേർത്ത് വെക്കുമ്പോൾ അതിലേക്ക് ചുറ്റുഭാഗത്തിൽ നിന്നും ഏതൊക്കെയാണോ ചേരുന്നത് അതും അതുപോലെ വിരലുകളുടെ പള്ളയും ആണ് എന്ത് ഈ ബത്ന് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ദൂന റുഊസിൽ അസാബിഇ, വിരലുകളുടെ തലയെ കൂടാതെ, വമാ ബൈനഹ, വിരലുകളുടെ ഇട കൂടാതെയും, വഹറുഫുൽ കഫി ദൂന റുഊസിൽ അസാബിഇ, വിരലുകളുടെ തലയെ കൂടാതെ, വമാ ബൈനഹ, ആ വിരലുകളുടെ ഇട കൂടാതെയും, വഹറുഫിൽ കഫി, അവന്റെ ആ മുൻകൈയിന്റെ തെല്ല്. അപ്പൊ ഈ രണ്ട് കൈയും പരസ്പരം കൂട്ടി വെക്കുമ്പോൾ ഏതൊക്കെയാണ്, അല്പം അമർത്തലോടുകൂടെ വെക്കുമ്പോ ഏതൊക്കെയാണ് അതിന്റെ ഉള്ളിൽ പെട്ടിട്ടുള്ളത് അതൊക്കെ മുൻകൈയിന്റെ പള്ള എന്ന് പറയും. പുറത്തുള്ള ആ തെല്ലുകൾ, വിരലുകളുടെ തെല്ലുകള്, മുൻകൈയിന്റെ സൈഡ്, അതൊന്നും എന്തല്ല, പള്ളയിൽപ്പെട്ടതല്ല. അപ്പൊ അവിടം കൊണ്ട് ഇപ്പൊ ഒരാളുടെ കൈയിന്റെ സൈഡ് ഭാഗം കൊണ്ട് അല്ലെങ്കിൽ പുറം ഭാഗം കൊണ്ടൊക്കെ അവൻ ഉളു എടുത്തതിന് ശേഷം വസ്ത്രം മാറ്റുമ്പോ തട്ടി എന്നുള്ളത് കൊണ്ട് എന്താകൂല, ഉളു മുറിഞ്ഞു പോകൂല. അത് പള്ള കൊണ്ട് തന്നെയാവണം. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഇവിടെയും ശഹ്വത്തോടുകൂടെ തൊടുമ്പോ മാത്രമേ ഉളു മുറിയുകയുള്ളൂ. എന്തുകൊണ്ട്? കാരണം ശഹ്വത്ത് ഉണ്ടാകുമ്പോഴേ ഈ പള്ളൊക്കെ ശരിക്ക് അവന്റെ ഗുഹ്യസ്ഥാനത്തൊക്കെ വെക്കുകയുള്ളൂ സാധാരണ. ഇനി അറിയാതെ യാണെങ്കിലും ശരി, പള്ളഭാഗം തട്ടിക്കഴിഞ്ഞാൽ നാം ഇപ്പോ പറഞ്ഞ മുൻകൈയിന്റെ പള്ള കൊണ്ട് അതറിഞ്ഞാവട്ടെ അറിയാതെ ആവട്ടെ എങ്ങനെ തട്ടിയാലും എന്താ ഉളു മുറിയും. ഇനി അല്ലാത്ത ഭാഗങ്ങളാണെങ്കിൽ, പുറം ഭാഗം അങ്ങനത്തെ സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ഉളു മുറിയുകയും ഇല്ല. ഇനി മുസന്നിഫ് പറയുന്നു വറാബിഉഹ, ഉളു മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും നാലാമത്തേത് തലാഖി ബശറത്തൈ ദക്കരിൻ വ ഉൻസ, സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരലാണ്. വലൗ ബിലാ ശഹ്വത്തിൻ, അത് ശഹ്വത്ത് ഇല്ലാതെയാണെങ്കിലും ശരി. നാം നേരത്തെ പറഞ്ഞല്ലോ, ശഹ്വത്തിന്റെ അർത്ഥം പറഞ്ഞല്ലോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശഹ്വത്ത് എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നൊരു വാക്കാണ്, അതിന്റെ അർത്ഥമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വലൗ ബിലാ ശഹ്വത്തിൻ, അത് വികാരം ഇല്ലാതെയാണെങ്കിലും ശരി. وَإِنْ كَانَ أَحَدُهُمَا مُكْرَهًا أَوْ مَيِّتًا, അവ രണ്ടാളിൽ നിന്നും ഒരാള് മുക്രഹൻ, ബലം പ്രയോഗിക്കപ്പെട്ടുകൊണ്ടാണ്, ഔ മയ്യിത്തൻ, അല്ലെങ്കിൽ മയ്യിത്തൻ, മയ്യിത്തിന്റേതാണ്, മയ്യിത്താണ്, എന്നാലും ശരി. ലാകിൻ, എങ്കിലും, ലാ യൻഖുദു വുളൂഉൽ മയ്യിത്തി, മയ്യിത്തിന്റെ വുളൂ മുറിയുന്നതല്ല. അതുറപ്പാണല്ലോ, മയ്യിത്തിന്റെ വുളൂ മുറിയില്ല. ഇവിടെ മയ്യിത്തായതുകൊണ്ട് മയ്യിത്തിന്റെ വുളൂ മുറിയില്ല. നേരത്തെ ഇവിടെ ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം ഉണർത്തുകയാണ്. നേരത്തെ നാം പറഞ്ഞല്ലോ, മുൻകൈയിന്റെ പള്ള കൊണ്ട് മനുഷ്യരുടെ ഗുഹ്യസ്ഥാനം, മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊടുകാന്ന്. ആ സ്ഥലത്ത് ഗുഹ്യസ്ഥാനം തൊടുന്നത് വേറെ ഒരാള് മറ്റൊരുത്തന്റെ ഗുഹ്യസ്ഥാനം സ്പർശിക്കലാവാം. എങ്ങനെയായാലും അവിടെ തൊട്ട ആളെ ഉളുവേ മുറിയുള്ളൂ. അങ്ങനെയാവുമ്പോ തൊടപ്പെട്ടവന്റെ ഉളു മുറിയില്ല. ഇപ്പൊ ഒരുത്തൻ മറ്റൊരുത്തന്റെ ഗുഹ്യസ്ഥാനത്ത് സ്പർശിച്ചാൽ ആരാണോ സ്പർശിച്ചത് അവന്റെ ഉളുവേ മുറിയുള്ളൂ, സ്പർശിക്കപ്പെട്ടവന്റെ ഉളു മുറിയില്ല. പക്ഷെ ഈ സ്ഥലത്ത് അങ്ങനെയല്ല. അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ സ്പർശിക്കുമ്പോ രണ്ടാളെ ഉളു മുറിയും, പക്ഷെ മയ്യിത്താവുമ്പോ മുറിയില്ല. വൽ മുറാദു ബിൽ ബശറതി ഹുന, ഇവിടെ ബശറത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തൊലി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം?
അത് ഗൈറുശ്ശഅരി വസ്സിന്നി വദ്ദുഫ്രി, മുഖവും പല്ലും നഖവും ഒഴിച്ചുള്ളാണ്. അപ്പൊ മുഖമല്ല, മുടി അതല്ലെങ്കിൽ പല്ല് അതല്ലെങ്കിൽ നഖം. അപ്പൊ മുടിയും പല്ലും നഖവും ഒഴിച്ചാണ്. നഖത്തിൽ തൊട്ടാൽ അതല്ലെങ്കിൽ പല്ലിൽ തൊട്ടാൽ, മുടിയിൽ തൊട്ടാൽ അവിടെ എന്താവൂല, വുളൂ മുറിയുന്നതല്ല. ഖാല ശൈഖുന, നമ്മുടെ ശൈഖുനയാകുന്ന മുസന്നിഫ് റഹിമഹുള്ള പറയുന്നു, ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിരിക്കുന്നു, വഗൈറു ബാത്തിനിൽ ഐനി, കണ്ണിന്റെ ഉൾഭാഗം അല്ലാത്തതുമാണ്. അപ്പൊ അതും ഉദ്ദേശിക്കപ്പെടുന്നു. കണ്ണിന്റെ ഉള്ളിൽ പോയിട്ട് തൊട്ടാൽ അവിടെയും വുളൂ മുറിയില്ല. എന്തുകൊണ്ട്? കണ്ണിന്റെ ഉൾഭാഗം സാധാരണഗതിയിൽ അത് കാമോദ്ദീപകമല്ല, അതെന്തല്ല, സാധാരണഗതിയിൽ ആശിക്കപ്പെടുന്ന സ്ഥലമല്ല. വദാലിക ലിഖൗലിഹി തആല ഔ ലാമസ്തുമുൻ നിസാ എന്ന ഖൗലുണ്ടായത് കൊണ്ടാണ്. എന്ത്? സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേർന്നാൽ വുളൂ മുറിയും. അതിന്റെ കാരണം ലിഖൗലിഹി തആല ഔ ലാമസ്തുമുൻ നിസാ, ഔ ലമസ്തും, നിങ്ങൾ സ്പർശിച്ചാൽ. വലൗ ശക്ക, ഇനി ഒരാൾ സംശയിച്ചാൽ, ഹൽ മാ, ഒന്നാകുന്നത്, ലമസഹു, അതിനെ അവൻ സ്പർശിച്ചിരിക്കുന്നു, അങ്ങനത്തെ ഒന്നാകുന്നത്, ശഅറുൻ, അത് മുടിയാണോ, ഔ ബശറത്തുൻ, അല്ലെങ്കിൽ തൊലിയാണോ എന്ന സംശയമാണെങ്കിൽ, ലം യന്തഖിദ്, വുളൂ മുറിയുകയില്ല. അപ്പൊ ഒരാൾക്ക് സംശയം, ഞാനിപ്പോ തൊട്ടത് മുടിയാണോ അതല്ലെങ്കിൽ തൊലിയാണോ എന്നുള്ള സംശയമാണ് ഉള്ളത് എങ്കിൽ അവിടെ വുളൂ മുറിയില്ല. ഏതുപോലെ തന്നെ കമാലൗ വഖഅത് യദുഹു, ഒരുത്തന്റെ കൈ സംഭവിക്കും പോലെ, അലാ ബശറത്തിൻ, ഒരു തൊലിന്റെ മേലില് തട്ടിയത് തൊലിന്റെ മുകളിൽ തന്നെയാണ്. പക്ഷേ ലാ യഅലമു, അവൻ അറിയൂല, അഹിയ ബശറത്തു റജുലിൻ അവ ഇംറഅത്തിൻ, അത് ഒരു പുരുഷന്റെ തൊലിയാണോ അതല്ലെങ്കിൽ സ്ത്രീയുടെ തൊലിയാണോ എന്ന് അവനിക്ക് അറിയുകയില്ല. ഔ ശക്ക, അല്ലെങ്കിൽ അവൻ സംശയിച്ചു, ഹൽ ലമസ മഹ്റമൻ ഔ അജ്നബിയതൻ, അവൻ സ്പർശിച്ചിട്ടുള്ളത് അത് മഹ്റമിനെയാണോ അതല്ലെങ്കിൽ അജ്നബിയത്തിനെയാണോ, അന്യ സ്ത്രീയെയാണോ എന്ന് സംശയിച്ചാൽ, ഈ രൂപത്തിൽ വുളൂ മുറിയാത്തതുപോലെ തന്നെ മുടിയാണോ അതല്ലെങ്കിൽ തൊലിയാണോ എന്ന് സംശയിച്ചാൽ വുളൂ മുറിയില്ല. അതുപോലെ തന്നെ തൊട്ടത് തൊലിന്റെ മുകളിൽ തന്നെയാണ്, പക്ഷേ അത് പെണ്ണിന്റെ തൊലിയാണോ അതല്ല ആണിന്റെ തൊലിയാണോ എന്ന് സംശയിച്ചാലും വുളൂ മുറിയുകയില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അവിടെ സംശയമുണ്ടായത് കൊണ്ട് അവന്റെ വുളൂ മുറിയില്ല. വഖാല ശൈഖുന, നമ്മുടെ ശൈഖുന പറഞ്ഞിരിക്കുന്നു, ഫി ശറഹിൽ ഉബാബി, ശറഹുൽ ഉബാബിൽ, എന്ത്? വലൗ അഖ്ബറഹു, അവനോട്, വുളൂ എടുത്ത ആളോട് അല്ലെങ്കിൽ വുളൂ എടുക്കുന്ന ആളോട്, ആരോട്? അവിടെ മുതവദ്ദിയായ ആള്, അവനോട് വർത്തമാനം പറഞ്ഞു, അദ്ലുൻ, നീതിമാനായ ഒരു വ്യക്തി, ബിലംസിഹാലഹു, അജ്നബിയത്ത് അവനെ തൊട്ടിരിക്കുന്നു എന്ന്, ഒരു അജ്നബിയായ സ്ത്രീ നിന്നെ സ്പർശിച്ചിട്ടുണ്ട്. ഔ ബിനഹ്വി ഖുറൂജി റീഹിൻ മിൻഹു ഫീ ഹാലി നൗമിഹി, അവൻ ഉറങ്ങുന്ന സമയത്ത് അവനിൽ നിന്നും വുളൂ പോയിട്ടുണ്ട്, കാറ്റ് പോയിട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പോലത്തെ ഉദാഹരണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഫീ ഹാലി നൗമിഹി, അവൻ ഉറങ്ങുന്ന സമയത്ത്, മുമക്കിനൻ, അവൻ ഇരിപ്പിട സ്ഥാനമൊക്കെ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നിട്ടുള്ളത്. പക്ഷേ ഒരു നീതിമാനായ ഒരു വ്യക്തി, നീ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വജബ അലൈഹിൽ അഖ്ദു ബിഖൗലിഹി, ആ നീതിമാനായ വ്യക്തിയുടെ വാക്ക് കൊണ്ട് പിടിക്കൽ അവന്റെ മേൽ നിർബന്ധമാണ്. അപ്പൊ വുളൂ മുറിഞ്ഞു എന്ന് വെക്കണം. അപ്പൊ ഇവ ഉറങ്ങുകയായിരുന്നു, ഒരാളിങ്ങനെ നല്ല ഉറക്ക, പക്ഷെ അദ്ദേഹം ഉറങ്ങുമ്പോ ഇരിപ്പിട സ്ഥാനത്ത് ഉറപ്പിച്ചിരുന്നു കൊണ്ട് തന്നെയാണ് ഉറങ്ങുന്നത്. അപ്പൊ അദ്ദേഹത്തോട് നീതിമാനായ ഒരാൾ പറഞ്ഞു, നീ ഉറങ്ങുന്ന സമയത്ത് ഒന്നിരിക്കൽ കാറ്റ് കീഴ്വായി പോയിട്ടുണ്ട്, അതല്ലെങ്കിൽ ഒരു സ്ത്രീ, അജ്നബിയത്തായ ഒരു സ്ത്രീ നിന്നെ വന്ന് സ്പർശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. ഇനി പറഞ്ഞു വരുന്നത് ബി കിബരിൻ ഫീഹിമ, ഇവിടെ പറഞ്ഞു വന്നത് എവിടേക്കാണ്? ബി കിബരിൻ ഫീഹിമ ഐ വറാബിഉഹാ തലാഖി ബശറതൈ ദക്കരിൻ വഉൻസ, സ്ത്രീ പുരുഷന്മാരുടെ തൊലി സ്പർശിക്കലാണ്. ബി കിബരിൻ ഫീഹിമ, അവ രണ്ടാളിലും, ആ പുരുഷനിലും സ്ത്രീയിലും വലുപ്പം എന്ന്, ബി കിബരിൻ, വലിയവരാവലോടുകൂടെ, ഫീഹിമ, അവർ രണ്ടാളിലും വലിയതെന്ന കിബർ എന്ന് പറഞ്ഞാൽ വലിയവരാവുക എന്നുള്ളൊരു വിശേഷണം ഉണ്ടായിരിക്കണം. അപ്പൊ ഫലാ നഖ്ള, വുളൂ മുറിയില.
ബിതലാഖീഹിമ പുരുഷനും സ്ത്രീയും സ്പർശിക്കൽ കൊണ്ട് കണ്ടെത്തൽ കൊണ്ട് മഅ സിഗരിൻ ഫീഹിമ അവർ രണ്ടാളും ചെറുപ്പക്കാരാണ് എന്ന് പറഞ്ഞാൽ കുട്ടികളാവലോടുകൂടെ. എന്താണ് സിഗർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണെന്ന് ശേഷം വരുന്നുണ്ട്. ഔ ഫി അഹദിഹിമ അല്ലെങ്കിൽ രണ്ടാളിൽ ഉള്ള ഒരുത്തൻ എന്താണ് സിഗറാണ്, ചെറിയ കുട്ടിയാണ്. എന്തുകൊണ്ട്? ലിൻതിഫാഇ മദിന്നതി ശഹവതി വികാരത്തിന്റെ സ്ഥലം അല്ലാത്തതിന് വേണ്ടി, വികാരമുണ്ടാകുന്ന സ്ഥലം അത് അല്ലാത്തതിന് വേണ്ടി. കാരണം വികാരമില്ലാത്ത ഒരു സാഹചര്യമാണ് കുട്ടികൾ. അതാണ് നാം പറഞ്ഞത് സിഗർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത്, കുട്ടി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ കുട്ടിയെ കണ്ടാൽ നേരത്തെ പറഞ്ഞ ആ വികാരമൊന്നും ഉണ്ടാവൂല. ആ രൂപത്തിലാണെങ്കിലാണ് വൽ മുറാദു, ഇവിടെ തന്നെ പറയുന്നുണ്ട് വൽ മുറാദു ബിസിഗരി, സിഗർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മൻ ലാ യുസ്തഹ ഉർഫൻ ഗാലിബൻ, സാധാരണഗതിയിൽ ഉർഫിൽ ആഗ്രഹിക്കപ്പെടാത്ത ഒരുത്തിയാണ്, ഒരു കുട്ടിയാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അതല്ലാതെ എന്തല്ല, ഇവിടെ പ്രായപൂർത്തിയാവുക എന്നുള്ള ഉദ്ദേശമല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില കുട്ടികൾ 10 വയസ്സേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ 10 വയസ്സായ കുട്ടിയെയും അതുപോലെ 18 വയസ്സായ ഒരു സ്ത്രീയെയും കാണുമ്പോൾ ഒരേ അനുഭവമാണ് ഉണ്ടാവുക. വികാര വിഷയത്തിൽ ഒരേ നിലക്കുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്കും ആ 18 വയസ്സായ സ്ത്രീയും ഈ 10 വയസ്സായ കുട്ടിയും ഒരേ സ്റ്റാൻഡേർഡിലാണ് വുളൂ മുറിയുന്ന വിഷയത്തിൽ. അത് നാം മനസ്സിലാക്കണം. അല്ലാതെ പ്രായപൂർത്തിയായാലേ വുളൂ മുറിയൂ എന്നില്ല. ശഹ്വത്ത് വികാരം ഉണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് എത്തിയ കുട്ടികളും വുളൂ മുറിയുന്ന വിഷയത്തിൽ വലിയവരുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തുക. ഇനി പറയുന്നു ലാ തലാഖി ബശറതൈഹിമ, ആ സ്ത്രീ പുരുഷന്മാരുടെ തൊലി കണ്ടെത്തലല്ല, സ്പർശിക്കലല്ല, മഅ മഹ്റമിയ്യത്തിൻ ബൈനഹുമ അവ രണ്ടാൾക്കുമിടയിലുള്ള മഹ്റമിയ്യത്തോടുകൂടെ. അവർ രണ്ടാളും മഹ്റമിയ്യത്തുണ്ട്, അങ്ങനെ ഒരു ബന്ധമുണ്ട്. അത് ബിനസബിൻ ഒന്നിരിക്കൽ നസബ് കൊണ്ട്, രക്തബന്ധം കൊണ്ട് ഔ റവാഇൻ അല്ലെങ്കിൽ മുലകുടി ബന്ധം കൊണ്ട്. അപ്പൊ മുലകുടി ബന്ധം കൊണ്ട് അതല്ലെങ്കിൽ നസബ് തറവാട് ബന്ധം കൊണ്ട് അവർ തമ്മിൽ മഹ്റമിയ്യത്തുണ്ട്. മഹ്റമിയ്യത്ത് ഉണ്ടായതുകൊണ്ട് അങ്ങനത്തെ ആളുകളാണ് എങ്കിൽ അവിടെ വുളൂ മുറിയുന്നതല്ല. ഹുർരിമത് അലൈക്കും ഉമ്മഹാതുക്കും വബനാതുക്കും വഅഖവാതുക്കും വഅമ്മാതുക്കും വഖാലാതുക്കും വബനാതുൽ അഖി വബനാതുൽ ഉഖ്തി വഉമ്മഹാതുക്കും അല്ലാതി അർളഅനകും വഅഖവാതുക്കും മിനർ റളാഅ എന്ന് കാണാൻ കഴിയും. അവിടെ നസബ് നിമിത്തവും അതുപോലെ തന്നെ റളാഅ നിമിത്തവുമുള്ള ബന്ധങ്ങളാണ്. അപ്പോ ഈ നസബ് നിമിത്തവും റളാഅ നിമിത്തവുമുള്ള മഹ്റമിയ്യത്താകുമ്പോൾ എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം ഹറാമായ ആളുകളാണ്. ഇങ്ങനെ വിവാഹബന്ധം ഹറാമായ ആളുകൾ അത് നസബ നിമിത്തവും റളാഅ നിമിത്തവും ആണ് എങ്കിൽ അവരെ കാണൽ ഹറാമില്ല. അതുപോലെ തന്നെ വുളൂ തൊട്ടാൽ മുറിയുന്നതുമല്ല. ഇവിടെ നാം ശ്രദ്ധിക്കണം, എല്ലാ വിവാഹബന്ധം ഹറാമായ ആളുകളെയും കാണാൻ പറ്റുമെന്നില്ല. വിവാഹബന്ധം ഹറാമാക്കപ്പെട്ട ആളുകളിൽ നിന്ന് തന്നെ കാണാൻ പറ്റാത്തവരുണ്ട്, വുളൂ മുറിയുന്നവരുമുണ്ട്. പക്ഷേ നസബ് നിമിത്തം അതല്ലെങ്കിൽ റളാഅ നിമിത്തമാണ് ഇങ്ങനെ മഹ്റമിയത്ത് വന്നിട്ടുള്ളത് എങ്കിൽ അവരെ തൊട്ടാൽ എന്താകൂല, വുളൂ മുറിയുന്നതല്ല. ഇപ്പൊ ഉമ്മാനെ തൊട്ടാല്, അതല്ലെങ്കിൽ ഉപ്പാനെ തൊട്ടാല്, അതല്ലെങ്കിൽ സഹോദരിമാരെ തൊട്ടാല്. ഉപ്പാനെ തൊട്ടാൽ അല്ലെങ്കിലും ആണുങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വുളൂ മുറിയില്ല. പക്ഷെ പെണ്ണാണെങ്കിൽ അതെല്ലാവർക്കും അറിയണം വുളൂ മുറിയില്ല എന്നുള്ളത്. ഔ മുസാഹറത്തിൻ അല്ലെങ്കിൽ വിവാഹബന്ധം കൊണ്ട് മഹ്റമിയ്യത്തുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം, ഈ വിവാഹബന്ധം കൊണ്ടുള്ള മഹ്റമിയ്യത്ത് അവിടെ ഒരു പക്ഷേ വിവാഹം കഴിക്കൽ ഹറാമായിരിക്കും, പക്ഷേ അവരെ കാണൽ ഹറാമാണ്. വിവാഹം കഴിക്കലും ഹറാമാണ്, അതുപോലെ കാണലും ഹറാമാണ്, അതുപോലെ തൊട്ടാൽ വുളൂ മുറിയുകയും ചെയ്യും. അങ്ങനെ മുസാഹറത്ത് ബന്ധത്തിൽ, കുടുംബ ബന്ധത്തിൽ, വിവാഹ ബന്ധത്തിൽ അങ്ങനെയുണ്ട്. ഇപ്പോ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ആരാണ്
ഈ വിവാഹബന്ധത്തിൽ നിന്നും വുളൂ മുറിയാത്തവർ, അതായത് വിവാഹബന്ധം മൂലം ഇവിടെ മഹ്റമായ ആളുകളിൽ നിന്നും വുളൂ മുറിയാത്ത ആളുകൾ മുഅബ്ബദൻ ഹറാമാക്കപ്പെട്ട ആളുകളാണ്. വിവാഹബന്ധം കാലാകാലം ഹറാമാക്കപ്പെട്ടവരാണ്. അവരെ പിന്നെ തൊട്ടാലും വുളൂ മുറിയില്ല, അവരെ കാണൽ അനുവദനീയവുമാണ്. അത് നാം പ്രത്യേകം മനസ്സിലാക്കണം. അത് ആരുപോലെ? ഭാര്യയുടെ ഉമ്മ. നമ്മളൊക്കെ പറയില്ലേ അമ്മായി ഉമ്മ എന്നൊക്കെ പറയുന്ന ഭാര്യയുടെ ഉമ്മ. ഈ ഭാര്യയുടെ ഉമ്മാനെ തൊട്ടാൽ വുളൂ മുറിയില്ല, ഭാര്യയുടെ ഉമ്മാനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഭാര്യയെ നാം ത്വലാഖ് ചൊല്ലിയാൽ തന്നെ ഭാര്യയുടെ ഉമ്മ അപ്പോഴും ഹറാമായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. അത് നാം പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഉപ്പാന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മയല്ലാത്ത മറ്റൊരു ഭാര്യ ഉപ്പാക്ക് ഉണ്ട് എങ്കിൽ ആ ഭാര്യയെ പിന്നെ വിവാഹം കഴിക്കാൻ പറ്റൂല. അത് മുഅബ്ബദൻ ഹറാമാണ്. അത് ഉദാഹരണങ്ങൾ മാത്രം. ഇനി മറ്റൊരു മഹ്റമിയത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ മഹ്റമിയത്തോട് ഉദ്ദേശിക്കപ്പെടുന്നത് മറ്റൊരു മഹ്റമിയത്താണ് ഉദ്ദേശിക്കപ്പെടുന്നത്. വിവാഹബന്ധം ഹറാമാകുന്ന ഒരു വിഷയം വരുന്നുണ്ട്. അതേതാണ്? നാം വിവാഹം കഴിക്കൽ കൊണ്ട് അത് മുവക്കത്താണ്. അതേതാണ്? ഭാര്യയുടെ സഹോദരിമാര്. അതിന് നമ്മൾ ഇളയച്ചി അതല്ലെങ്കിൽ മൂത്തച്ചി എന്നൊക്കെ പറയും. അതാണ് ഭാര്യയുടെ സഹോദരിമാര്. അതുപോലെ ഭാര്യയുടെ അമ്മായി എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ ഉപ്പാന്റെ സഹോദരി, അതല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മാന്റെ സഹോദരിമാര്. ഇവരൊക്കെ എന്താണ്? മുവക്കത്തൻ ഹറാമാണ്. അത് മുഅബ്ബദല്ല. അതുകൊണ്ട് തന്നെ അവരെ കാണൽ ഹറാമാണ്. അവരെ തൊട്ടാ വുളൂ മുറിയുകയും ചെയ്യും. അവിടെ പോയിട്ട് ഇത് അമ്മായിയല്ലേ, ഇപ്പൊ അങ്ങനെയാണല്ലോ വിവാഹം കഴിച്ചാൽ പിന്നെ ഇപ്പിയും ഇമ്മിയും അമ്മായിയും അങ്ങനെയൊക്കെ ആവും. അപ്പൊ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അവരൊക്കെ പോയിട്ട് തൊട്ടാല് കൈ കൊടുത്താല് വുളൂ മുറിയും. മാത്രമല്ല കൈ കൊടുക്കല് ഹറാമാണ്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് പിന്നെ ഇവിടെ വിവാഹം ഹറാമായത്? അതിൽ പ്രത്യേക ഒരു പോയിന്റ് ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം. അതായത് നമ്മുടെ ഭാര്യയുടെ സഹോദരിമാര് അല്ലെങ്കിൽ ഭാര്യയുടെ അമ്മായിമാര് ഇങ്ങനെയാകുന്ന സമയത്തിൽ അവര് തമ്മിൽ എന്തുണ്ട്? അർഹാമാണ്, റഹീമുകളാണ്. അവർ തമ്മിൽ ആ ബന്ധം ഒരിക്കലും വിച്ഛേദിക്കപ്പെടാൻ പറ്റാത്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാം നമ്മുടെ ഭാര്യയെയും ഭാര്യയുടെ സഹോദരിയെയും അതല്ലെങ്കിൽ അമ്മായിയെയൊക്കെ പാടെ കൂട്ടി വിവാഹം കഴിക്കുമ്പോ സാധാരണ ഒരു പോരുണ്ടല്ലോ, ചക്കിലിത്തി പോര്, ഇങ്ങനത്തെ ഒരു പോരുണ്ട്. അപ്പൊ അവര് പരസ്പരം എന്ത് ചെയ്യും? വിദ്വേഷത്തിലേക്ക് അത് വെച്ചേക്കാം, എത്തിച്ചേർന്നേക്കാം. അതുകൊണ്ട് തന്നെയാണ് കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നക്കും ഇദാ ഫഅൽതും ദാലിക ഖതഅ അർഹാമക്കും. ഇന്നക്കും ഇദാ ഫഅൽതും ദാലിക്, അങ്ങനെ നിങ്ങൾ അവരൊക്കെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഖതഅതും അർഹാമഹുന്ന, അവരുടെ അർഹാമിനെ നിങ്ങൾ എന്ത് ചെയ്തു? മുറിച്ചു കളയും. അപ്പൊ ആ കാരണം കൊണ്ടാണ് ജംഅ് ചെയ്യാൻ പാടില്ല എന്ന്. അത് നമ്മുടെ ഭാര്യയായി നിലനിൽക്കുന്ന കാലയളവിൽ മാത്രമാണ് ഈ ഹറാമിയത്ത്. ആ ഭാര്യയെ വിവാഹമോചനമാക്കപ്പെടുന്നതോടുകൂടെ അവരൊക്കെ അനുവദനീയമായി വന്നു. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ എന്ത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാല് ഇന്ന് അതൊന്നൊരു വിഷയമാക്കാതെ അതൊക്കെ നമ്മുടെ അമ്മായിയല്ലേ അല്ലെങ്കിൽ ഇന്ന ആളല്ലേ എന്ന് പറഞ്ഞൊക്കെ അവരുമായിട്ട് ഒരു മഹ്റമിയത്ത് എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം ഹറാമാണ്, അത് ജംഅ് ചെയ്യൽ മാത്രമാണ് ഹറാമി എന്ന് വെച്ചിട്ട് അവരൊക്കെ തൊട്ടാ ഒന്നും മുറിയാത്ത ആളുകളാണ് എന്ന് മനസ്സിലാക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഈ ഇളയച്ചി അതല്ലെങ്കിൽ നാം പറയുന്ന മൂത്തച്ചി ഇവരൊന്നും കാണാൻ പാടില്ല. മാത്രല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇന്ന് നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള ഒരു നാട്ടു നടപ്പാണിത്. അതങ്ങനെ ആയി വന്നതാണ്. പക്ഷെ നാമൊക്കെ അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതായത് ചിലപ്പോ സ്വന്തം നമ്മുടെ സഹോദരന്മാര് തന്നെ ആയിരിക്കും. പക്ഷേ നമ്മുടെ സഹോദരന്മാര് ആയിരിക്കും ചിലപ്പോ ഈ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാര്യ. നമ്മളിപ്പോ വേറെ എവിടെയെങ്കിലും സ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാകുമ്പോ
സാധാരണ പ്രവാസികളെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പോൾ അവരുടെ ഭാര്യയൊക്കെ നോക്കൽ സാധാരണ ആരായിരിക്കും? ചിലപ്പോ സ്വന്തം സഹോദരന്മാരായിരിക്കും. നാം പറയുന്നത് സഹോദരന്മാരെ തെറ്റിദ്ധരിക്കണം എന്നല്ല, അതല്ല പറയുന്നത്. അങ്ങനെ എല്ലാവരും ആകണം എന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കുന്നതാണല്ലോ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ നടപ്പാക്കൽ, നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് വളരെ പുണ്യമുള്ള നിർബന്ധമായൊരു കാര്യമാണല്ലോ. അതുകൊണ്ടാണ് നമുക്കെന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊരു അജ്നബിയായ വ്യക്തിയായിട്ട് തന്നെ കാണാൻ പറ്റുകയുള്ളൂ. അത് ഇളയച്ചികളാണെങ്കിലും മൂത്തച്ചികളാണെങ്കിലും അതല്ലെങ്കിൽ ഭർത്താവിന്റെ സ്വന്തം ഭാര്യയാണെങ്കിലും സ്വന്തം ഭർത്താവിന്റെ സഹോദരന്മാരാണെങ്കിലും അവര് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രൂപത്തിലാവാൻ പാടില്ല. ഇനി അവര് മാത്രമേ ഉള്ളൂ എങ്കിൽ ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ട്. അങ്ങനെ ആവുമ്പോ ഉമ്മാനെയും ഉപ്പാനെയും ഉമ്മയെയോ അല്ലെങ്കിൽ ഉപ്പയെയോ നാം എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകുമ്പോ കൂട്ടത്തിൽ കൊണ്ടുപോകണം. അത് വിശുദ്ധമായ ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണല്ലോ. ഒരു സമയത്ത് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാൻ കഴിയും. ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം. വദ്ദുഖൂല അലൻ നിസാ, സ്ത്രീകളുടെ മേലിൽ നിങ്ങൾ പ്രവേശിക്കലും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോ അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ, അഫറഅയ്ത അൽ ഹംവ, അതല്ലെങ്കിൽ അഫറഅയ്ത അൽ ഹമ, അത് അതിലുള്ള ലുഗത്താണ്. ഹംവ എന്ന് ഉപയോഗിക്കാം, ഹമ എന്നൊക്കെ ഉപയോഗിക്കാം. ഹമിനെ കുറിച്ച് നിങ്ങൾ എനിക്കൊന്ന് വർത്തമാനം പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ ആ സ്വഹാബിയുടെ ചോദ്യം, ഈ പ്രവേശിക്കുന്നത് അത് ഇപ്പൊ സ്വന്തം വീടുകളിലേക്ക് അങ്ങനെ പ്രവേശിച്ചു പോകുന്നത് അതൊക്കെ ഈ ഭർത്താവിൻ എന്ന് പറഞ്ഞാൽ തന്റെ സഹോദരനാണെങ്കിലോ, ഭർത്താവിന്റെ സഹോദരനാണെങ്കിലോ എന്നാണ് ചോദ്യം. ആ സമയത്ത് പറഞ്ഞ മറുപടി അൽ ഹംവു അൽ മൗത്ത്, ഹംവ് അത് മൗത്താണ്, മരണതുല്യമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നീ ചെയ്യുന്നതിനേക്കാളും നല്ലത് അവിടെ മരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ അത്രയും കടുത്തതായ നിലപാട് പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരു അജ്നബിയായ ആളുകളെക്കാളും കൂടുതൽ സമയങ്ങളും ഇവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അറിയുന്നതൊക്കെ സദാസമയം തന്റെ വീട്ടിലുള്ള ആളുകളായിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ചുറ്റുപാടുകൾ അങ്ങനെ ആയതാണ്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞത് എന്തുകൊണ്ട് ലിൻതിഫായി ഇവിടെ പറയുന്നു. അപ്പൊ മുസാഹറത്ത് ബന്ധം, വിവാഹബന്ധം, അതല്ലെങ്കിൽ മുലകുടി ബന്ധം, അതല്ലെങ്കിൽ നസബ നിമിത്തമുള്ള ബന്ധം, ഈ നിലക്കൊക്കെ മഹ്റമിയത്തുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി ഈ മഹ്റമിയത്തിന്റെ വിഷയം വളരെ വിശദമായിട്ട് നിക്കാഹിന്റെ ബാബിൽ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മഹ്റമിയത്താകുമ്പോൾ വുളൂ മുറിയില്ല എന്ന് പറയാനുള്ള കാരണം ലിൻതിഫാഇ മദിന്നത്തി ശഹ്വത്തി, കണ്ട പറയുന്നു ശഹ്വത്തിന്റെ മദിന്നത്ത് ഇല്ലാത്തതിന് വേണ്ടി, ശഹ്വത്ത് സംഭവിക്കുന്ന സ്ഥലം ഇല്ലാത്തതിന് വേണ്ടി. സാധാരണഗതിയിൽ ആർക്കും അങ്ങനെ ശഹ്വത്ത് ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ ശഹ്വത്ത് ഉള്ള രൂപത്തിലാണെങ്കിൽ ഒരിക്കലും തന്നെ ആരിലേക്കും എന്ന് പറഞ്ഞാൽ അത് സ്വന്തം മകളാണെങ്കിലും ശരി നോക്കല് ഹറാമാണ് എന്ന് നാം മനസ്സിലാക്കണം. അത് എന്റെ മകളല്ലേ എന്ന് അവിടെ ഓരോ രക്ഷിതാക്കൾക്ക് അവകാശപ്പെടാം. അതുകൊണ്ട് തന്നെ നാം ഒരു കാര്യം മനസ്സിലാക്കണം. വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹ്ദറൂഹ്. വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും, നിങ്ങളെ സ്വന്തം ശരീരങ്ങളിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയും. അതുകൊണ്ട് ഫഹ്ദറു, അല്ലാഹനെ നിങ്ങൾ ഭയപ്പെടണം. കാരണം ഇതൊക്കെ വ്യക്തിപരമായ വ്യക്തിജീവിതങ്ങളാണ്, വ്യക്തിജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളാണ്. ഇതിലേക്കൊന്നും പുറത്തുനിന്ന് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുകയില്ല. കാരണം ഇവിടെ അന്യ സ്ത്രീ പുരുഷന്മാര് പരസ്പരം കാണൽ ഹറാമാണെന്ന് ആർക്കും പറയാം. പക്ഷെ ആർക്കും പറയാൻ പറ്റുമോ? ബാപ്പാനോട് സ്വന്തം മകളിലേക്ക് നോക്കാൻ പാടില്ല എന്ന് പറയാൻ അധികാരമില്ല. പക്ഷേ ഇവിടെ ശഹ്വത്തുണ്ട് എങ്കിൽ അത് സ്വന്തം നിയന്ത്രിക്കേണ്ടതാണ്. കാരണം അങ്ങനെയൊക്കെ നമ്മൾ സംശയിച്ചു പോകും. പഴയ ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്.
നാം യഥാർത്ഥത്തിൽ ആധുനിക കാലഘട്ടത്തിലെ വാർത്താ മാധ്യമങ്ങളിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ അത്ഭുതപ്പെടുത്തുന്ന വലിയ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നാം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അത് ഇന്നാലിന്ന ആളല്ലേ എന്നുള്ളതല്ല ഇവിടെ വിഷയം. ഇവിടുത്തെ മാനദണ്ഡം ശഹ്വത്താണ്. വികാരപരമായിട്ടുള്ള ഒരു വീക്ഷണത്തിലൂടെയാണോ ആരെ നോക്കുന്നത് എങ്കിലും എല്ലാം ഹറാമ് തന്നെയാണ്. ഇനി വലവിസ്തബഹത് മഹ്റമുഹു ബി അജ്നബിയാത്തിൻ, ഇനി ഒരുപാട് അജ്നബിയായ അന്യ സ്ത്രീകളുമായിട്ട് ഇവന്റെ ഒരു മഹ്റം എന്ത് ചെയ്തു? തിരിച്ചറിയാതെയായി. മഹ്സൂറാത്തിൻ, മഹ്സൂറാത്തായ, മഹ്സൂറാത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു 20ഓളം സ്ത്രീകളാണെങ്കിൽ അവിടെ മഹ്സൂറാത്താണ്. അതല്ല ഒരു 1000 സ്ത്രീകളൊക്കെ ആണെങ്കിൽ അത് വയറു മഹ്സൂറാണ്. കാരണം 20 സ്ത്രീകളാകുമ്പോൾ പെട്ടെന്ന് ഒറ്റടിക്ക് അവന്റെ കണ്ണുകൊണ്ടിട്ട് നോക്കിയാൽ അറിയാലോ ഇന്ന സ്ത്രീയാണ് ഇപ്പൊ എന്റെ സഹോദരിയോ അല്ലെങ്കിൽ എന്റെ മകള് എന്ന്. പായൊക്കെ ഉണ്ടാവുമ്പോൾ എന്താവൂല, പെട്ടെന്ന് തിരിച്ചറിയാൻ സാധ്യമല്ല. ഇങ്ങനെ വലവിസ്തബഹത്ത് മഹ്റമുഹു ബി അജ്നബിയാത്തിൻ മഹ്സൂറാത്തിൻ, അങ്ങനെ ഫലമസ വാഹിദത്തം മിൻഹുന്ന, അവരിൽ നിന്നും ഒരാളെ ഇവൻ സ്പർശിച്ചു, എന്നാൽ ലം യന്തഖിദ് വുളൂ മുറിയുന്നതല്ല. ഇതിവിടെ തിരിച്ചറിയാത്തൊരു രൂപത്തിലാണ് കേട്ടോ. ഈ മഹ്സൂറാത്തിന്റെ അർത്ഥമാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ നോക്കിയാൽ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകുന്ന ഒരു 10-20 ആളാണെങ്കിൽ അർത്ഥം. കാരണം അപ്പൊ ഇവിടെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തന്നെയാണ്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സ്ത്രീയാണ് ഇവന്റെ മെഹ്റം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ആളെ തൊട്ടാൽ എന്ത് ചെയ്യും? ഒന്ന് മുറിയും. അതല്ല വിഷയം. ഇവിടെ തിരിച്ചറിയുന്നില്ല. അത് മഹ്സൂറാത്ത് എന്ന് പറഞ്ഞാൽ 20ഓളം ആളുകൾ. ഇനി വക്കത അപ്രകാരം തന്നെയാണ് ബിഗൈരി മഹ്സൂറാത്തിൻ അലൽ ഔജുഹി, ഔജുഹ അഭിപ്രായ പ്രകാരം മഹ്സൂറാത്ത് അല്ലാത്ത സ്ത്രീകളാണെങ്കിലും കുറെ സ്ത്രീകളുണ്ട്. ഇവന്റെ ഒരു മഹ്റമായ സ്ത്രീ അതിലുണ്ട്, പക്ഷെ ഏതാണെന്ന് അറിയില്ല. അങ്ങനെയാണ്. പക്ഷെ ഒന്നിനെങ്ങനെ തൊട്ടു എന്ന് പറഞ്ഞാൽ ഇതൊരു തൊട്ടുകളിയല്ല, ഇത് അറിയാതെ തൊട്ടുപോയി. അതാണ് ഈ വിഷയം തന്നെ പറയുന്നത്. അങ്ങനെയാകുമ്പോഴുള്ള നിയമ പറഞ്ഞ ഒതു മുറിയിൽ എങ്ങനെയാണെങ്കിൽ ഇനി പറയുന്നു വലാ യർതഫിഉ യഖീനു വുളൂഇൻ ഔ ഹദസിൻ ബിളന്നി ളിദ്ദിഹി, വലാ യർതഫിഉ ഉയരുന്നതല്ല, വലാ യർതഫിഉ യഖീനു വുളൂഇൻ വുളൂഇന്റെ ഉറപ്പ് ഉയരുന്നതല്ല, ഔ ഹദസിൻ അല്ലെങ്കിൽ അശുദ്ധിയുടെ ഉറപ്പ് ഉയരുന്നതല്ല, ബിളന്നി ളിദ്ദിഹി ആ യഖീനിന്റെ ളിദ് അവൻ ഭാവിച്ചത് കൊണ്ട്, ളിദ് എന്ന് പറഞ്ഞാൽ എതിരുന്ന മലയാളത്തിൽ അർത്ഥം. അപ്പൊ ആ യഖീനിന്റെ ളിദ് ഭാവിച്ചത് കൊണ്ട് യഖീൻ ഉയർന്നു പോകുന്നതല്ല, വലാ ബിശ്ശക്കി ഫീഹി ആ ളിദ്ദിൽ സംശയിക്കൽ കൊണ്ടും ഉയരുന്നതല്ല. ആ ളിദ്ദിൽ സംശയിക്കലുണ്ട്, ആ ളിദ്ദിൽ ലന്ന് ചെയ്യൽ കൊണ്ടും വലാ ബിശ്ശക്കി ഫീഹി ആ ളിദ്ദിൽ സംശയിക്കൽ കൊണ്ടും യഖീൻ ഉയരുന്നതല്ല. എങ്ങനത്തെ ശക്കാണ്? അൽ മഫ്ഹൂമി ബിൽ ഔലാ, ഔലാ ത്വരീഖത്ത് കൊണ്ട്, ഇതൊരു പുതിയ ത്വരീഖത്താ, ഔലാ ത്വരീഖത്ത് കൊണ്ട് ഗ്രഹിച്ചെടുക്കപ്പെട്ടത്. ഔലാ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ത്വരീഖത്ത് എന്നാൽ ഇത് വേറെ ത്വരീഖത്ത്, ഇത് ഇസ്തിലാഹാണ്, അത് മനസ്സിലാക്കണം. അല്ലാതെ ത്വരീഖത്തൊന്നല്ല. അൽ മഫ്ഹൂമി എങ്ങനത്തെ ശക്കാണ്? അൽ മഫ്ഹൂമി ഗ്രഹിക്കപ്പെട്ടത് ബിൽ ഔലാ ഔലവിയ്യത്ത് കൊണ്ട്. അതായത് ഇപ്പൊ പറഞ്ഞ വിഷയം 2 വിഷയങ്ങളാണ്. ഒന്ന്, ഒരാൾക്ക് വുളൂ ഉണ്ട് എന്നുള്ള ഉറപ്പാ. പിന്നീട് അവന് സംശയം അല്ലെങ്കിൽ വന്ന് അതല്ലെങ്കിൽ സംശയം, വുളൂ ഉണ്ടോ ഇല്ലേ. വന്നാകുമ്പോൾ വുളൂ ഉണ്ടോ ഇല്ലേ എന്നാണെങ്കിൽ വന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ത്വറഫിലേക്ക് റുജ്ഹാനിയത്ത് ഉണ്ടാവും, മുൻതൂക്കം. ഇപ്പൊ വുളൂ ഉറപ്പ്, വുളൂ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പ്. ഉദാഹരണം പറഞ്ഞാല് ഒരാൾ വുളൂ ചെയ്തതിന് ചായ കുടിക്കാൻ വേണ്ടി ചായക്കടയിലേക്ക് പോയി. അങ്ങനെ അവൻ ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ച് തിരിച്ചു വരുമ്പോഴാണ് ളുഹ്ർ നിസ്കാരത്തിലേക്ക് ബാങ്ക് കൊടുക്കുന്നത്. അപ്പൊ ഇയാൾക്കൊരു സംശയം, പിന്നെ എന്റെ വുളൂ ഇപ്പൊ മുറിഞ്ഞോ ഇല്ലേ. സംശയമാകുമ്പോ 2 തുറക്കും, മുറിഞ്ഞോ ഇല്ലേ, രണ്ടും മുൻതൂക്കല്ല. അല്ലെങ്കിൽ വന്നുള്ളത് മുറിഞ്ഞു എന്നുള്ളവിടത്തേക്കാണ് കൂടുതലും ഇങ്ങനെ പോകുന്നത്, മുൻതൂക്കുള്ളത്. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ, പക്ഷേ ഇവന് ഉറപ്പാണെന്ത്, ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ചായപ്പീടിയിലേക്ക് വരുന്നതിന്റെ മുമ്പ് വുളൂ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയാകുന്ന സമയത്തിൽ അവന്റെ വുളൂ മുറിയില്ല. ഇതാപ്പൊ പറഞ്ഞു വരുന്നത്, വുളൂ എന്താവൂല,
മുറിയുന്നതല്ല. ഇനി നേരെ അതിന്റെ ഒരു ഓപ്പോസിറ്റ് പറയത്, അവന് ഉറപ്പാണ് ഇതിപ്പോ പുഴയിലേക്ക് അവൻ പോയി, പുഴയിലേക്ക് കുളിക്കാൻ വേണ്ടി പോയി. കുളിച്ചു വന്നപ്പോ വുളൂഒന്നും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. വുളൂ എടുത്തിട്ടില്ല എന്നുള്ള കാര്യമില്ല, പുഴയിലേക്ക് കുളിക്കാൻ പോയപ്പോ അവൻ അശുദ്ധിക്കാരനാണെന്നുള്ള വിഷയം അവൻ ഉറപ്പാ. അങ്ങനെ പുഴയിൽ നിന്ന് കുളിച്ചൊക്കെ വന്നതിന് ശേഷം ളുഹാ നിസ്കരിക്കാൻ വേണ്ടി നോക്കുമ്പോ ഇവനൊരു സംശയം. വുളൂ ഇല്ലാന്നിപ്പോ ഉറപ്പാണ്, വുളൂ അശുദ്ധിക്കാരനാണെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഒരു സംശയം, കാരണം പുഴയിലേക്കാണല്ലോ ഇപ്പൊ കുളിച്ചാൻ പോയിട്ടുള്ളത്, അപ്പട്ടെ ഞാൻ വുളൂ എടുത്തോ അല്ലേ, വുളൂ ഞാൻ എടുത്തോ അല്ലേ എന്നൊരു സംശയം. അല്ലെങ്കിൽ വുളൂ എടുത്തു എന്നുള്ളടത്തേക്കാണ് റുജഹാന്. എങ്ങനെയാണെങ്കിലും ശരി, ഇവിടെ ആദ്യം അവനിക്കുണ്ടായിരുന്ന യഖീൻ, ഉറപ്പെന്താണ്? വുളൂ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ വുളൂ ഇല്ല എന്നുള്ള ഹുക്കുമാണ് അവിടെ എടുക്കുക. അതാ പറഞ്ഞത് വലാ ബിശ്ശക്കി ഫീഹി, ആ വിദ്ദിൽ സംശയിക്കൽ കൊണ്ടും ഉയരുന്നതല്ല. എങ്ങനത്തെ സംശയമാണ്? അൽ മഫ്ഹൂമി ബിൽ ഔല, ഔല തുരീഖത്ത് കൊണ്ട്, ഔലവിയത്ത് കൊണ്ട് ഗ്രഹിക്കപ്പെട്ടത്. ഇങ്ങനെ ഔലവിയത്ത് കൊണ്ട് എങ്ങനെയാണ് ഗ്രഹിക്കപ്പെട്ടത്? അതായത് ഈ യഖീൻ, ഉറപ്പ്, ഈ ഉറപ്പ് ലന്നുകൊണ്ട് തന്നെ ഉയരുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഉറപ്പ് ലന്നുകൊണ്ട് ഉയരുന്നില്ല. കാരണം ലന്ന് എന്ന് പറഞ്ഞാൽ രണ്ട് തൊറഫിൽ നിന്നും ഒന്നിലേക്ക് മുൻതൂക്കുള്ളതാ. ഇപ്പൊ വുളൂ എടുത്തു എന്നുള്ള ഉറപ്പുണ്ട് അദ്ദേഹത്തിലേക്ക്. പിന്നെ വുളൂ മുറിഞ്ഞോ ഇല്ലേ എന്നുള്ളതിൽ നിന്നും ലന്ന് എന്ന് പറഞ്ഞാൽ വുളൂ മുറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ ആ ലന്ന് കൊണ്ട് തന്നെ അവിടെ എന്താവുന്നില്ല, വുളൂ മുറിയുന്നില്ല. അപ്പൊ പിന്നെന്താണ്? ശക്ക് കൊണ്ട് എന്തായാലും മുറിയൂല. അല്ലെങ്കിൽ നേരെ അതിന് ഇങ്ങനെ വുളൂ ഇല്ല എന്നുള്ള വിഷയത്തിലാണ് ഉറപ്പ്, പിന്നെ ലന്ന് കൊണ്ട് എന്താവൂല, വുളൂ ഉണ്ട് എന്ന് വരൂല. അപ്പോൾ പിന്നെന്താണ്? ഔലാ ത്വരീഖത്ത് കൊണ്ട്, ശക്ക് കൊണ്ട് ഒരിക്കലും തന്നെ ആ യഖീൻ ഉയർന്നു പോകുന്നതല്ല. ഫയഖുദു ബിൽ യഖീനി, ഈ രണ്ട് വിഷയത്തിലും എന്ന് പറഞ്ഞാൽ ഹദസിന്റെയും വുളൂവിന്റെയും ആ രണ്ട് വിഷയത്തിലും അവൻ യഖീന് കൊണ്ട് പിടിക്കണം. ഇസ്തിസ്ഹാബൻ ലഹു, അതിനെ, ആ യഖീനിനെ സഹവസിപ്പിച്ചുകൊണ്ട്. കാരണം യഖീൻ അവനിക്കുണ്ട്, വുളൂഉണ്ട് എന്നുള്ള ഉറപ്പാണുള്ളത്. പിന്നെ അതിൽ ലന്നോ സംശയവുമാണ്. അപ്പൊ നമ്മളിവിടെ എടുക്കുന്നത് ഏതാണ്? യഖീനായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിന് കാരണമാകുന്ന സ്വലാത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലിൽ കൂടുതൽ വർദ്ധിപ്പിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. സർവശക്തനായ റബ്ബ് നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അപകട മരണങ്ങളെ തൊട്ടും കീറിമുറിക്കുന്ന രോഗങ്ങളെ തൊട്ടൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته.